പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ചെറിയൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ ചെറിയൊരു മിറർ വർക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ നെക്കിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് കട്ട് ചെയ്ത് പോണ ഭാഗത്ത് ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നേ. നമ്മളിപ്പോൾ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യണ സമയത്ത് വർക്ക് ശരിയാകുമോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ത്രെഡിൻ്റെ കോമ്പിനേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ആദ്യം ചെയ്ത് നോക്കണത്. പ്ലാസ്റ്റിക്കിൻ്റെ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഈ ഒരു മിറർ നമ്മൾ സ്ക്വയർ ഷേപ്പാക്കി 4 വശവും കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ മിഷ്യത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോഴേക്കും ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാട്ടോ ഇത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും കയ്യിൽ സൂചി കയറാനൊക്കെയുള്ള ചാൻസ് കൂടുതലാട്ടോ ഈ ഒരു വർക്കിന്. ഈ ഒരു വർക്കും കൂടി കഴിഞ്ഞ ശേഷം പേപ്പർ സ്റ്റിഫിലാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടിപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പ്രിൻസസ് കട്ടിന് കട്ട് ചെയ്യണത് പോലെ തന്നെ സെൻറ്റർ പീസും സൈഡ് പീസും വേറെ വേറെ ആക്കിയെടുക്കണേ. സ്റ്റിച്ച് ചെയ്യാനുള്ള പീസിൻ്റെ ചീത്ത വശത്തേക്ക് പേപ്പർ സ്റ്റിഫ് മുഴുവനായിട്ട് വരണ രീതിയിൽ തേച്ചെടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട നല്ല പീസിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ്ങിലേക്കോ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ ഞാൻ നല്ല പീസിലേക്കാട്ടോ തേച്ചെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നല്ല പീസിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ ആദ്യം സ്റ്റിഫ് വെട്ടിയെടുത്തിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാവേ. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിനാട്ടോ ഇങ്ങനെ ചെയ്തിരിക്കണത്. അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാനായിട്ട് ഏത് മെത്തേഡാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. ഫ്രണ്ട് ഭാഗത്തെ ഒരു 3 പീസിലേക്കും സ്റ്റിഫ് തേച്ചെടുത്തിട്ടാണ് ഞാൻ പിന്നീട് ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കണത്. പിന്നെ ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ട് സാധാരണ നമ്മൾ പ്രിൻസസ് കട്ടിന് തുണി അറ്റാച്ച് ചെയ്യണ പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നല്ല പീസും ലൈനിങ് മാത്രമല്ലേ വരണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കപ്പ് വെക്കാതെ തന്നെ ഫ്രണ്ട് പോർഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ഷേപ്പിലൊക്കെ ഇരിക്കും കേട്ടോ. അടുത്ത തവണ പ്രിൻസസ് കട്ട് ചെയ്യണ ടൈമിൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.